പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 13 തിങ്കൾ. 2 ശമൂവേൽ 8 അധ്യായം 6 വാക്യം. പിന്നെ ദാവീദ് ദമ്മേശെക്കിനോട് ചേർന്ന് അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു, കപ്പം കൊടുത്തുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ജീവിതത്തിൻ്റെ വഴികളെല്ലാം പൂക്കൾ നിറഞ്ഞ പാതകളല്ല. ചിലപ്പോൾ അത് മുള്ളുകൾ നിറഞ്ഞ വഴിയാകാം, ചിലപ്പോൾ കണ്ണുനീരിൻ്റെ താഴ്വരയാകാം, ചിലപ്പോൾ കൊടുങ്കാറ്റ് വീശുന്ന സമുദ്രമാകാം. എന്നാൽ ഇന്നത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു ദീപം തെളിയിക്കുന്നു. ദാവീദ് എവിടെ പോയാലും കർത്താവ് അവന് വിജയം നൽകി. ഈ വചനത്തിൻ്റെ രഹസ്യം ദാവീദിൻ്റെ ശക്തിയിലായിരുന്നില്ല, അവൻ്റെ വാളിൻ്റെ മൂർച്ചയിലായിരുന്നില്ല, സൈന്യത്തിൻ്റെ എണ്ണത്തിലായിരുന്നില്ല. അവൻ്റെ ഉറവിടം, ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഉറവിടം ദൈവ സാന്നിധ്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഒരു വൃക്ഷം നദീതീരത്ത് നട്ടിരിക്കുമ്പോൾ വേനൽക്കാലം അതിനെ ഭയപ്പെടുത്തുന്നില്ല. അതിൻ്റെ വേരുകൾ ജലത്തെ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തെ സാഹചര്യങ്ങളുടെ ചൂട് ഉണക്കിക്കളയുന്നില്ല. കാരണം അതിൻ്റെ ജീവജലം കർത്താവാണ്. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത് വിജയങ്ങളുടെ മാത്രം ചരിത്രമല്ല. അവൻ മരുഭൂമികളിലൂടെ നടന്നിട്ടുണ്ട്, ശൗലിൻ്റെ കുന്നത്തിൽ നിന്ന് ഓടിയിട്ടുണ്ട്, ഗുഹകളിൽ രാത്രികൾ കഴിച്ചിട്ടുണ്ട്. എങ്കിലും അവൻ തകർന്നില്ല. എന്തുകൊണ്ട്? ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചില യുദ്ധങ്ങൾ നിശബ്ദമാണ്, ചില വേദനകൾ ആരും കാണുന്നില്ല, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നു, ചില സ്വപ്നങ്ങൾ തകർന്നു പോയതുപോലെ തോന്നും. എന്നാൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം കൂടെയുള്ള യാത്ര ഒരിക്കലും പരാജയത്തിൽ അവസാനിക്കുകയില്ല. വിജയമെന്നത് എല്ലായ്പ്പോഴും ശത്രുവിനെ തോൽപ്പിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നതും വിജയമാണ്. പ്രലോഭനത്തെ അതിജീവിക്കുന്നതും വിജയമാണ്. കണ്ണുനീരിനിടയിലും വിശ്വാസം കൈവിടാതിരിക്കുന്നതും വിജയമാണ്. ലോകം കൈവിട്ടാലും ദൈവത്തിൻ്റെ കൈ പിടിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശം തൊടുമ്പോൾ മുത്തുകളായി തിളങ്ങുന്നത് പോലെ ദൈവ സാന്നിധ്യം സ്പർശിക്കുന്ന ജീവിതം പരീക്ഷണങ്ങളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റും, മുറിവുകളെ സാക്ഷ്യങ്ങളാക്കും, കണ്ണുനീരിനെ സന്തോഷഗീതമാക്കും. അതുകൊണ്ട് ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നിന്റെ ആശ്രയം ആരില? സ്വന്തം കഴിവിലോ മനുഷ്യരുടെ സഹായത്തിലോ അതോ കർത്താവിലോ? നമുക്കൊരു തീരുമാനമെടുക്കാം. എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും കർത്താവിൻ്റെ സാന്നിധ്യം തേടുന്നവരായി ജീവിക്കാം. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട അതേ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലും എഴുതപ്പെടും. അവൻ എവിടെ പോയാലും കർത്താവ് അവന് വിജയം നൽകി. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ സാന്നിധ്യം എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തിയും പോരാട്ടങ്ങളിൽ അങ്ങയുടെ വിജയവും കണ്ണുനീരിൽ അങ്ങയുടെ ആശ്വാസവും ഞങ്ങൾ അനുഭവിക്കട്ടെ. ദാവീദിനെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിച്ച് അങ്ങയുടെ മഹത്വത്തിന് അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.